കർണാടകം എന്ന ദേശം, കന്നഡിക ദേശം ഇക്കുറി ആർക്കൊപ്പമാണ്? കെ ബി ശ്രീധരൻ ബംഗളൂരിൽ നിന്ന്. ശ്രീധര, ഇവിടെ നമ്മൾ ഈ കേരളത്തിന്റെ അതിര് മുതൽ അങ്ങോട്ട് പോയാൽ മംഗലാപുരം, ഉടുപ്പി, അവിടെ നിന്ന് ഷിമോഗ, ബി എസ് യെദ്യൂരപ്പയുടെ ഷിക്കാരിപുര, അപ്പുറത്ത് ഹവേരി, ഹുബ്ലി, ധാർവാഡ്, കിഴക്കൻ മേഖലയിൽ പോയാൽ ബെല്ലാരി, ഹാസൻ, തുംകൂർ, ഈ മേഖലകളൊക്കെ എങ്ങനെ ചിന്തിക്കും? ഹൈദരാബാദ് കർണാടക മേഖല എങ്ങനെ ചിന്തിക്കും? ശ്രീധരൻ എഴുതി വെക്കാൻ എനിക്കൊരു കണക്ക് തന്നിട്ടുണ്ട്. ആ കണക്ക് അങ്ങനെ യാഥാർത്ഥ്യമാകുമെങ്കിൽ നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടാവും. ആ ബെറ്റ് അവിടെ നിൽക്കട്ടെ. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട AICCയുടെ അധ്യക്ഷൻ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനം, ധാർവാഡും അടക്കം അദ്ദേഹത്തിന്റെ മേഖലകൾ, ബെൽഗാം അടക്കമുള്ള മേഖലകൾ, തീര കർണാടകം എങ്ങനെ ചിന്തിക്കും? നമ്മുടെ ദക്ഷിണ കാനറ മേഖല എങ്ങനെ ചിന്തിക്കും? അറിയാൻ വലിയ കൗതുകം ദേശീയ തലത്തിലേ ഉണ്ട്. ഈ പ്രഡിക്ഷൻസ് ഒക്കെ വന്നല്ലോ, അതിനുശേഷമുള്ള ആത്മവിശ്വാസം ഏത് തരത്തിലാണ്? ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയുടെ പ്രതീക്ഷ എത്രത്തോളം വലുതാണ്, വാനോളമാണ് കർണാടകത്തിൽ? എപ്പോഴറിയാം അവിടുത്തെ ആദ്യത്തെ ഫലസൂചന മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർക്ക്? രതീഷ, ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ DK ശിവകുമാർ, കോൺഗ്രസ് സർക്കാർ, ഈ രണ്ട് ഘടകമാണ് ഇന്ത്യ മുന്നണിക്ക് കർണാടകയിൽ വലിയ പ്രതീക്ഷ നൽകുന്നത്. എക്സിറ്റ് പോളുകൾക്ക് ശേഷം പോലും വല്ലാത്ത ആത്മവിശ്വാസമാണ് DK ശിവകുമാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടക്കത്തിൽ എത്തും. അതായത് 1999 ശേഷം നീണ്ട 25 കൊല്ലക്കാലമായി ഇതേവരെ ലോക്സഭയിലേക്ക് കർണാടകയിൽ നിന്ന് കോൺഗ്രസിന് എത്തിപ്പിടിക്കാനാവാത്ത ഒരു കാര്യമാണ് രണ്ടക്ക സംഖ്യയിൽ എത്തുക എന്നുള്ളത്. 2004-ലും 2009-ലും UPA സർക്കാരായിരുന്നു അന്ന് ഇവിടെ ലീഡ് BJPക്കായിരുന്നു, രണ്ടക്കത്തിൽ BJPക്കായിരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ മറികടന്ന് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇക്കുറി രണ്ടക്കത്തിൽ എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് DK ശിവകുമാർ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം പോലും പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റ് എന്ന് കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ DKയുടെ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ DKയുടെ കണക്കുകൂട്ടലാണ് ഇന്ത്യ മുന്നണിയിൽ കർണാടകത്തിൽ നിന്ന് എത്ര കിട്ടും, 28-ൽ കോൺഗ്രസിന് എത്ര എന്നുള്ള ഒരു കണക്കാണ് AICC നേതൃത്വം ഇപ്പോൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. മറുവശത്ത് BJP ക്യാമ്പ് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി, പക്ഷേ അതിനെല്ലാം മോദി എന്നുള്ള ഒരു മന്ത്രം കൊണ്ട് മറികടക്കാനായി എന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രജ്വൽ രേവണ വിവാദം കർണാടകയിൽ കത്തിക്കയറിയിരുന്നു. പക്ഷേ ആദ്യഘട്ട വോട്ടെടുപ്പിലായിരുന്നു ഈ പ്രജ്വൽ രേവണയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നത്. ഏതായാലും ആ ഭാഗങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിൽ അത് കാര്യമായി എഫക്ട് ചെയ്തിട്ടില്ല എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആ 14 സീറ്റുകളിൽ 13 പിടിക്കാനാകുമെന്ന് BJP കണക്കുകൂട്ടുന്നുണ്ട്. ഉത്തര കർണാടകയിൽ അത് കാര്യമായിട്ട് തന്നെ കഴിഞ്ഞ തവണ BJPയെ കൈയയച്ച് സഹായിച്ച ഒരു സ്ഥലമാണ്, ഖാർഗെയുടെ തട്ടകമാണ്. അവിടെ കാര്യമായി ഇത്തവണ മുൻതൂക്കമുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ BJP ക്യാമ്പ് ഈ മോദി മന്ത്രത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച ദക്ഷിണ കാനറ, മാംഗ്ലൂർ ബെൽറ്റിൽ അത് കൃത്യമായി BJPക്കൊപ്പം എക്കാലത്തും നിൽക്കുന്ന ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റിൽ യാതൊരുവിധ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല. ഷിമോഗ മണ്ഡലത്തിൽ, ഷിക്കാരിപുര ഉൾപ്പെടുന്ന ഷിമോഗ മണ്ഡലത്തിലും വിജയ സാധ്യത തന്നെ BJP കാണുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ജാതി മത സമവാക്യങ്ങളാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായത് ലിംഗായത്ത് വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. പക്ഷേ ഇക്കുറി ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോട് ലിംഗായത്ത് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വോട്ട് ബാങ്ക് BJPയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വന്നാൽ BJPയുടെ കണക്കുകൂട്ടൽ 20-22 സീറ്റ് വരെ BJP ഒറ്റയ്ക്ക് നേടും, 2 സീറ്റുകളിൽ JDS നേടും. അങ്ങനെ മുന്നണി പരമാവധി 24 സീറ്റിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് BJP ക്യാമ്പ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഏതായാലും കർണാടകയിൽ 2 സീറ്റുകൾ അങ്ങനെ തന്നെ നിൽക്കും. BJPയുടെ 25-22 ചുരുങ്ങും എന്നുള്ളതാണ്. 1 എന്ന സീറ്റ് നമ്പറിൽ നിന്ന് 5 സീറ്റിലേക്ക് വരെ, അല്ലെങ്കിൽ പരമാവധി 6 സീറ്റിലേക്ക് വരെ കോൺഗ്രസ് കുതിച്ചുയരും എന്നുള്ളതാണ് കർണാടകയുടെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നു. ഒന്നും കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ഉള്ള ടീമിന് 15 കോൺഗ്രസ് വിചാരിക്കുന്നു. എനിക്കറിയില്ല. ശ്രീധരൻ ഒറ്റ കാര്യം, ഒരു ചെറിയ കാര്യം കൂടെ ചോദിക്കാം. നേരത്തെ മാധു പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് ഈ കർണാടകത്തിന്റെ ഭൂമിശാസ്ത്രമൊക്കെ പറഞ്ഞിരിക്കുന്നു. മാധുവിന്റെ ബെറ്റ് എന്തായി? ബെറ്റ് നടക്കുവോ? എന്തായി വെറ്റുള്ളത്? ശ്രീധരന്റെ ഉറപ്പാണ്. ഇത്ര സീറ്റുകളാണ് ഇരു വിഭാഗത്തിനും കിട്ടുക എന്ന് പറയുന്നത് ശ്രീധരന്റെ ഉറപ്പാണ്. ഈ ബെറ്റ് പുറത്തു പറഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ ട്രോളർമാർ എന്നെ ട്രോളി കൊല്ലും. അത് കാരണം ഇപ്പൊ അത് ഞാനും ഇടപാടായിട്ട് അവിടെ നിൽക്കട്ടെ. ശരി, അപ്പൊ നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം കാണാം ശ്രീധരൻ. പക്ഷെ അതുവരെ തുടർച്ചയായ വിവരങ്ങൾ, വിശദാംശങ്ങൾ, കർണാടകയുടെ സ്പന്ദനം KB ശ്രീധരൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും.